ഈസ്റ്റർ ദിനത്തിൽ പള്ളികളിൽ വിശ്വാസികളെ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ തൃശൂർ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിലാണ് സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തിയത്. ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലുണ്ട് പല സ്ഥാനാർത്ഥികളും. പലരും പ്രാർത്ഥിക്കാനും ഒപ്പം വോട്ടർമാരെ കണ്ട് വോട്ട് തേടാനുമാണ്. ഞാനിപ്പോൾ ഒരു തൃശൂർ ഓർത്തഡോക്സ് പള്ളിയിലാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ കുർബാനയ്ക്ക് ശേഷമുള്ള വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ? അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ 25 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലറും മേയറുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ എനിക്ക് തിരിച്ചറിയാം, ജനങ്ങൾക്ക് എന്നെയും അറിയാം. ആ കാലഘട്ടങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഓർക്കുന്നുണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കേൾക്കുന്നു. എനിക്കൊരു ആത്മവിശ്വാസം ആ കാര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രത്യേക ഊർജ്ജം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വലിയ വിജയപ്രതീക്ഷയുണ്ട് എനിക്ക്. ഇതുപോലൊരു ഈസ്റ്റർ താങ്കളുടെ ജീവിതത്തിൽ മുമ്പ് കടന്നുപോയിട്ടുണ്ടാവില്ല. നിയമസഭയ്ക്ക് മത്സരിക്കുന്നു, നല്ല തിരക്കിനിടയിലും ഈസ്റ്റർ ആഘോഷം കടന്നുപോവുകയാണ്. ഇതെങ്ങനെ ഇതിനെ കാണുന്നു? അതെ, ചൂടുണ്ട്, ഉത്സവ കാലഘട്ടമാണ്. ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞു, ഇപ്പോൾ ഈസ്റ്ററാണ്. ഈസ്റ്ററിന് വിവിധ പള്ളികളിൽ പോയി, ഇന്ന് പാതിര ഖുർആനിലേക്ക് പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഓർത്തഡോക്സ് ചർച്ചിലേക്ക് വന്നിരിക്കുകയാണ്. കൗൺസിലറായിട്ടൊക്കെ ഒരുപാട് 25 വർഷക്കാലം ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിയമസഭ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പള്ളിയിൽ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാവരും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് വലിയ ഒരു ആത്മീയമായ ഉണർവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJP ഇവിടെ മണ്ഡലത്തിൽ പലവാത് കിറ്റ് വിതരണം ചെയ്ത് വലിയൊരു വിഷയമായിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിൻ്റെ ഒരു നീക്കം എന്താണ്? ഒരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷന് ഇന്ന് ഞങ്ങൾ പരാതി കൊടുക്കും. ആ പരാതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോയത്. അന്നും ഇതുപോലെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല സൂപ്പർ മാർക്കറ്റുകളും കേന്ദ്രീകരിച്ച് അതുപോലെ ബാറുകൾ കേന്ദ്രീകരിച്ച് ടോക്കൺ കൊടുത്ത് മദ്യം കൊടുക്കുകയും കിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. ഇന്നലെ തെളിവ് സഹിതം അത് പിടിക്കപ്പെട്ടു. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജയിക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പരാജയ ഭീതിയാണ് അവർക്ക്. പരാജയ ഭീതി കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വോട്ട് ചോദിക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മൾ പ്രകടന പത്രിക വെച്ചിട്ടാണ്. നമ്മുടെ പ്രകടന പത്രിക വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ തൃശ്ശൂരിൽ എന്ത് ചെയ്യുന്നു, എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്, എന്ത് വികസന പ്രവർത്തനം ചെയ്യുന്നു എന്നതിനെ മുൻനിർത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പാവപ്പെട്ടവരെ അവരുടെ ബുദ്ധിമുട്ടിനെ ഉപയോഗിച്ച് ഒരു പാവപ്പെട്ടവനെ അവൻ്റെ ബുദ്ധിമുട്ടിനെ ഉപയോഗിച്ച് അവന് കിറ്റ് കൊടുത്ത് അവൻ്റെ ദൗർബല്യം മുതലെടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിരുദ്ധമാണ്. അത് നിയമവിരുദ്ധമാണ്. അതിന് ശക്തമായ നടപടി സ്വീകരിക്കും. എല്ലാവിധ ആശംസകളും. ഹാപ്പി ഈസ്റ്റർ. എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്നത് തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ.